ഹായ് ഹലോ, ഞാൻ വീണ്ടും വന്നു. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരും. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ കഞ്ഞി. കഴിച്ചിട്ടുണ്ട് ചിലരെല്ലാം ഉലുവ കഞ്ഞി, അതുപോലെ ഉലുവ പായസം എന്ന് പറയാം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പിടി അരി എടുത്തിട്ടുണ്ട്, ഒരു പിടി ഉലുവ. അപ്പം അതിൽ ചേർക്കേണ്ടത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നാം പാല് രണ്ടാം പാല്. പായസം എന്നുള്ള രീതിക്ക് ഞാൻ ചെയ്യുന്നത് കരിപ്പോട്ടിയാണ്. അപ്പോഴത് വൈറ്റമിൻ സാധനമാണ്, എല്ലാത്തിനും നല്ലതാണ്. അതുകൊണ്ട് കരിപ്പോട്ടിയും ചേർത്ത് ഒരു 3-4 ഏലക്കയും അതിനകത്ത് ചേർത്തിടുന്നതാണ്. അപ്പോൾ അതിന് ഉലുവ പായസം എന്ന് നമുക്ക് കൂട്ടാം, മറ്റ് സംഭവങ്ങളൊന്നും ചേർക്കുന്നതല്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാണണ്ടേ? ബാ, അത് വയ്ക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. ഗ്യാസ് കത്തിച്ചു. അതിലേക്ക് നമുക്ക് രണ്ടാം പാല് അതിലേക്കൊന്ന് ഒഴിക്കാം. കുറച്ച് കഴുകി കൂടെ ഒന്നൊഴിക്കുക. അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയും പച്ചരിയും, അതായത് ഒരു പിടി ഉലുവ ഒരു പിടി പച്ചരി, അത് കുതിർത്തതാണ്. അത് ഞാനിതിലേക്ക് ഇടുന്നതാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. അത് മതിയാകും. ഇനി നമുക്കത് അടച്ചു കൊടുക്കാം. വിസിലിടാം. ഒരു 3 വിസിൽ കേൾക്കുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം, അതെങ്ങനെയായിട്ടുണ്ടെന്നുള്ളത്. ഗ്യാസും ഒന്ന് നമുക്ക് കത്തിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പോട്ടി നമുക്കതിലേക്ക് ചേർക്കാവുന്നതാണ്. എപ്പോഴും ഇതിന് കരിപ്പോട്ടിയാണ് ഏറ്റവും നല്ലത്. ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാരാണ്. പ്രസവരക്ഷയ്ക്ക് ഇത് ഏറ്റവും നല്ലതാണ്. ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ നാത്തൂനാണ്, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ്. എൻ്റെ നാത്തൂൻ എന്നെ നന്നായിട്ട്, എൻ്റെ പ്രസവരക്ഷകൾ നന്നാക്കി കൊണ്ടുപോയി നോക്കിയിട്ടുണ്ട്. ഇഷ്ടംമാതിരി ഇതുപോലെയെല്ലാം വെച്ചെനിക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മണത്തിന് വേണ്ടിയാണ് ഒരു 2 ഏലക്ക നമുക്കതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നന്നായി ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഹലോ, എൻ്റെ പായസം അടിപൊളിയായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെയും ഉലുവയുടെ എല്ലാം സൂപ്പർ മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഹലോ, ഞാൻ ഉണ്ടാക്കിയ ഉലുവയും പച്ചരിയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഉലുവ പായസം, കരിപ്പോട്ടിയിട്ട് ചേർത്ത് ഉണ്ടാക്കിയ ഉലുവ പായസം അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. മണക്കുമ്പോഴറിയാം അത് എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത്. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. കാരണം പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമാണ്. അത് എല്ലാവർക്കും ഇത് കഴിക്കാം. എപ്പോഴും വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. എല്ലാത്തിനും നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്, മുടിക്ക് നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുക. ഒരു പിടി പച്ചരി, ഒരു പിടി ഉലുവ, ഇത് രണ്ടും കൂടെ കുതിർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനെ കുക്കറിൽ വെച്ച് രണ്ടാം പാല് ചേർത്ത് കുക്കറിൽ വെച്ച് ശകലം വെള്ളവും കൂടെ ചേർത്ത് കുക്കറിൽ വെച്ച് 3-4 വിസിലടിച്ച് അതിനെ നന്നായി വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം കരിപ്പൊട്ടി, ഉരുക്കി വെച്ചിരുന്ന കരിപ്പൊട്ടി ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഒന്നാം പാൽ ഒഴിക്കുക. അതിനുശേഷം ഒരു മണത്തിന് വേണ്ടി ഒരു 2 ഏലക്ക ചതച്ച് നമ്മൾ ഇതിലേക്ക് ചേർക്കുക.
അതിനുശേഷം അത് നന്നായി കുറുകി ഇതാ ഈ പരുവമാണ്. ഇതുപോലെ കുറുകി നന്നായി വരുമ്പോഴത്തേക്ക് നമ്മളത് തീ ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. നല്ല ചൂടാണ്. ഇതൊന്ന് എന്തായാലും എനിക്കിത് കഴിച്ചോളാൻ വയ്യാത്ത ഒരു ഇതിൽ ഞാൻ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഇത് ചേർന്ന് കഴിക്കാം. എല്ലാവരും പോയോ, എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഇത് ചെയ്യണം, ഇതുപോലെ തന്നെ ചെയ്യണം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഇത് നന്നായി വെച്ച് കഴിക്കുക. വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ വല്ലപ്പോഴും ഇതൊന്ന് ചെയ്ത് കഴിച്ചാൽ ഇത് നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഉലുവ എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ്. ഉലുവയും കരിപ്പൊട്ടി അത് എത്രത്തോളം നമുക്ക് ചെല്ലുന്നോ അത്രത്തോളം നല്ലതാണ്. അത് സമയം കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇത് വെച്ച് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്.